ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. പാൻ ഇന്ത്യൻ സിനിമ ലേബലിൽ വൻ ഹൈപ്പിൽ വന്ന സിനിമയായിരുന്നു ദേവര. അത്യാവശ്യം കളക്ഷൻ കയറിയെങ്കിലും പടത്തിന് നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. സോ ഈ സിനിമയുടെ കഥ എന്റേതായിട്ടുള്ള രീതിയിൽ റീക്രിയേറ്റ് ചെയ്തതാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് പറയാൻ മറക്കരുത്. ആസ് എ ഫിലിം എന്തൂസിയാസിസ്റ്റ് ഈ കഥ ഫിക്സ് ചെയ്യുന്നത് വളരെ വലിയൊരു ടാസ്ക് ആയിരുന്നു. പക്ഷെ പാടുള്ള സ്റ്റോറി ലൈൻ ഫിക്സ് ചെയ്യുമ്പോൾ എന്റെ ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് തന്നെയാണല്ലോ ഉണരുന്നത്. സോ എന്റെ പരിമിതിയിൽ നിന്ന് ഈ കഥ മാക്സിമം ഫിക്സ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ടൈം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രത്നഗിരി എന്ന ഗ്രാമത്തിന്റെ ഹിസ്റ്ററി കാണിച്ചിട്ടാണ് സിനിമ തുടങ്ങുന്നത്. ആനിമേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിൽ നിന്ന് വിലപിടിപ്പുള്ളതെല്ലാം കടൽ വഴിയാണ് കടത്തിക്കൊണ്ടിരുന്നത്. അന്നത്തെ ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാര് ബ്രിട്ടീഷുകാരുടെ കൊള്ള നിർത്തലാക്കാനായിട്ട് കുറച്ച് യോദ്ധാക്കളെ ഒരു ദ്വീപിൽ താമസിപ്പിച്ചു. കടലിലൂടെ ബ്രിട്ടീഷ് കപ്പൽ കടന്നു പോകുമ്പോൾ അത് ആക്രമിച്ചിട്ട് അതിൽ ബ്രിട്ടീഷുകാരെല്ലാം കൊന്ന് കപ്പലിലെ വിലപിടിപ്പുള്ളതെല്ലാം മോഷ്ടിച്ച് രാജാക്കന്മാർക്ക് തിരിച്ചു കൊടുക്കലായിരുന്നു ഈ യോദ്ധാക്കളുടെ ജോലി. ഇങ്ങനെ മോഷ്ടിച്ച സാധനങ്ങൾ കുമിഞ്ഞു കൂടിയ നാടായതിനാലാണ് ആ നാടിന് രത്നഗിരി എന്ന പേര് വന്നത്. ബ്രിട്ടീഷുകാരുടെ ചോര വീണ കടലിനെ പിന്നീട് ചെങ്കടൽ എന്നും വിളിച്ചു തുടങ്ങി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയപ്പോ ഈ ദ്വീപ് സമൂഹത്തിനെ ആരും പരിഗണിച്ചില്ല. അങ്ങനെ അവർ കടലിലൂടെ പോകുന്ന കപ്പലുകൾ കൊള്ളയടിക്കാനും അത് വിറ്റ് കാശാക്കാനും തുടങ്ങി. എന്തിനും എതിരും പോകുന്ന ആളുകളായിട്ട് അവർ ആ ദ്വീപിൽ ജീവിച്ചു പോകുന്നു. ഈ ഹിസ്റ്ററി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പ്രസന്റ് കാലഘട്ടമാണ് കാണിക്കുന്നത്. 1994 കാലഘട്ടം. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്ത് മുഴുവനായിട്ട് ബോംബ് ഭീഷണിയും തീവ്രവാദ പ്രവർത്തനങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും പ്രധാനമന്ത്രി ആന്ധ്രാപ്രദേശിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പുറകിൽ ആന്ധ്രാപ്രദേശിലെ തീവ്രവാദ സംഘടനയുടെ തലവനായ യതിയും അവന്റെ ഗ്യാങ്ങുമാണ്. മുംബൈ അണ്ടർവേൾഡ് ഡോൺ ഇബ്രാഹിമിന്റെ സംഘത്തിൽപ്പെട്ട ഐ കമ്പനിയുടെ മറ്റൊരു വിങ് ആണ് യതിയുടെ ഗ്യാങ്. ഈ ഐ കമ്പനിയാണ് ഇന്ത്യയിൽ വെപ്പൺ ഡീലിംഗ്സും ടെററിസവും നാർക്കോട്ടിക്സും സ്മഗ്ലിംഗും എല്ലാം ചെയ്തു പോരുന്നത്. ഇപ്പോൾ അവർ ഈ ആക്രമണങ്ങളെല്ലാം തുടങ്ങി വെച്ചതിന് എന്തോ കാരണമുണ്ട്. പക്ഷെ അത് അവർ പരസ്യപ്പെടുത്തിയിട്ടില്ല. എതി എന്നൊരാളും എതി എന്നൊരു ഗ്യാങ് എക്സിസ്റ്റിംഗ് ആണോ അല്ലയോ എന്ന് കോമൺ പീപ്പിളിന് അറിയില്ല. NIAക്കും കുറച്ച് സ്പെഷ്യൽ ഓഫീസേഴ്സിനും മാത്രമാണ് ഐ കമ്പനിക്ക് എതി എന്നൊരു വിങ് ഉണ്ടെന്നുള്ള കാര്യം അറിയുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ ന്യൂസ് വഴിയും മറ്റ് സീൻസ് വഴിയും NIAയും റോ ഏജൻസിയുടെ ടീം മീറ്റിംഗ് ഒക്കെ വഴിയെല്ലാം കാണിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ആന്ധ്രയിൽ ഈ ആക്രമണങ്ങളെ പറ്റിയിട്ട് അന്വേഷിക്കാനായിട്ട് NIA ഓഫീസർ ശിവയും ടീമും ചാർജ് എടുക്കുന്നു. അവരുടെ അന്വേഷണത്തിലൂടെ അവർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നു. ഇബ്രാഹിം ഇപ്പോൾ മുംബൈയിലില്ല. അയാൾ മറ്റെവിടെയാണ്, ദുബായിലാണെന്നും സ്പെയിനിലാണെന്നും കംബോഡിയയിലാണെന്നും ആണ് വിവരം. പക്ഷേ ഇബ്രാഹിമിനെ അവിടെ നിന്ന് ചെന്ന് പിടിക്കാനായിട്ടാവില്ല. സോ അവരുടെ അന്വേഷണത്തിലൂടെ അവർക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായിരിക്കുന്നു. ഈ ആന്ധ്രാപ്രദേശിലെ ആക്രമണങ്ങളെല്ലാം തുടങ്ങുന്നതിന് 2 ആഴ്ച മുന്നേ മുംബൈയിൽ വെച്ച് ഒരു അസാസിനേഷനിൽ ഐ കമ്പനിയിലെ മെയിൻ ഗാങ്സ്റ്റർ ഹാഷിം കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിൽ ആ കൊല്ലപ്പെട്ടത് ഐ കമ്പനിയിലെ വെറും ഒരു മെയിൻ ഗാങ്സ്റ്റർ അല്ല എന്ന് അവർക്ക് മനസ്സിലായി. അണ്ടർവേൾഡ് ഡോൺ ഇബ്രാഹിമിന്റെ അനിയനായിരുന്നു. അവനെയും അവന്റെ ഗ്യാങ്ങിനെയും അസാസിൻ ചെയ്ത് കൊന്നത് ദയ എന്ന ആന്ധ്രാപ്രദേശ് ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു ഗ്യാങ് ആയിരുന്നു. ആ അസാസിനേഷന് ശേഷം സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇബ്രാഹിം ഇന്ത്യയിൽ നിന്ന് പോയത്. ഈ ഡ്രഗ് മാഫിയയ്ക്കും ഭീകരവാദത്തിനും എല്ലാം എതിരായിട്ട് ഉയർന്നു വന്ന ഒരു ഗ്യാങ് ആയിരുന്നു ദയാ ഗ്യാങ്. ഇവർ ആരാണെന്നോ ഇവരുടെ ലീഡർ ആരാണെന്നോ കണ്ടുപിടിക്കാനായിട്ട് NIAക്കോ മറ്റുള്ള ഏജൻസികൾക്കോ ആയില്ല. എതി ഗ്യാങ്ങിനെ പോലെ തന്നെ ദയാ ഗ്യാങ് എക്സിസ്റ്റിംഗ് ആണോ അല്ലയോ എന്ന് NIAക്കും റോക്കും പോലുള്ള ഏജൻസികൾക്ക് മാത്രമേ അറിയുള്ളൂ. കോമൺ പീപ്പിളിന് ഈ 2 ഗ്യാങ്ങും എക്സിസ്റ്റിംഗ് ആണെന്നുള്ള കാര്യം അറിയില്ല. മാത്രമല്ല ആന്ധ്രയിൽ നടക്കുന്ന കലാപങ്ങൾക്ക് കാരണം ഇബ്രാഹിമിന്റെ ഐ കമ്പനി ആണെന്നാണ് ജനങ്ങളുടെ ധാരണ. ഐ കമ്പനിക്ക് ഒരു ശക്തനായ എതിരാളി ഉണ്ടെങ്കിൽ അത് ദയാ ഗ്യാങ് മാത്രമായിരുന്നു. ദയാ ഗ്യാങ് ആന്ധ്രാപ്രദേശ് ബേസ് ആയിട്ടുള്ള ഗ്യാങ് ആണെന്ന് എതി ഗ്യാങ് മനസ്സിലാക്കിയതിനാലാണ് അവർ ആന്ധ്രയിൽ ഇപ്പോൾ ആക്രമണങ്ങൾ അയച്ചുവിട്ടത്. കാരണം ദയാ ഗ്യാങ്ങിന്റെ ഹോംലാൻഡ് തന്നെ ആക്രമിച്ച് അവരെ പുറത്തു കൊണ്ടുവന്നിട്ട് ദയാ ഗ്യാങ്ങിനെ ഉന്മൂലനം ചെയ്യലാണ് എതി ഗ്യാങ്ങിന്റെ ലക്ഷ്യം. അതിന് ബലിയാടാവുന്നത് പാവപ്പെട്ട ജനങ്ങളും. NIA ഓഫീസറായ ശിവയും ടീമും ഇതെല്ലാം തിരിച്ചറിഞ്ഞു. അങ്ങനെ ഇവർ യതി ഗ്യാങ്ങിനെയും ദയാ ഗ്യാങ്ങിനെയും കണ്ടെത്താനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. പക്ഷെ അവർക്കൊന്നും കണ്ടെത്താനായില്ല. ഇതിനിടയിൽ ആന്ധ്രയിൽ അക്രമങ്ങൾ കൂടിക്കൊണ്ടേയിരുന്നു. ഇതിങ്ങനെ പോയാൽ പിടിച്ചാൽ കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ പ്രധാനമന്ത്രി ആന്ധ്രാപ്രദേശിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനായിട്ട് ഒരു മീറ്റിംഗ് കൂടുന്നു. അങ്ങനെ ആ മീറ്റിംഗിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനായിട്ട് തീരുമാനമായപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ പേടിയോടെ ആ മീറ്റിംഗ് ഹാളിലേക്ക് കയറി വരുന്നു. എന്നിട്ട് ന്യൂസ് വെക്കാൻ പറയുന്നു. എല്ലാ ന്യൂസിലും ഒരേ ഒരു വാർത്തയാണ്: അണ്ടർവേൾഡ് ഡോൺ ഇബ്രാഹിം കംബോഡിയയിൽ വെച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നു. അവന്റെ കൂടെ ഉണ്ടായിരുന്ന 20 ഗ്യാങ് മെമ്പേഴ്സ് ഉൾപ്പെടെ എല്ലാവരെയും മറ്റൊരു ഗ്യാങ് അസാസിനേഷൻ ചെയ്ത് കൊന്നിരിക്കുന്നു. ഇബ്രാഹിമിന്റെ ഡെഡ് ബോഡിയിൽ നിന്ന് ലഭിച്ച ഒരു കത്തിനുള്ളിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു: തലയെ തീർക്കാമെങ്കിൽ പിന്നെ പിടയ്ക്കുന്ന വാലിനെ തീർക്കാനാണോ പാട്, ദിസ് ഈസ് ദ ലാസ്റ്റ് വാർണിംഗ് ഫ്രം ദയാ ഗ്യാങ്. അങ്ങനെ ഇബ്രാഹിമിനെ ദയാ ഗ്യാങ് അവൻ ഒളിവിലിരുന്ന കംബോഡിയയിൽ പോയി തീർത്തെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നു. രാഷ്ട്രപതി പ്രധാനമന്ത്രിയോട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇനി അതിന്റെ ആവശ്യമില്ലെന്ന് പറയുന്നു. ഇബ്രാഹിം കൂടെ മരിച്ചോടെ ആന്ധ്രയിൽ നടന്ന കലാപങ്ങളെല്ലാം നിന്നു. ജനജീവിതം വീണ്ടും ശാന്തമായി. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഗ്യാങ്സ്റ്ററിലോടായ ഇബ്രാഹിമിനെ ദയാ ഗ്യാങ് മറ്റൊരു രാജ്യത്ത് വെച്ച് കൊന്നിരിക്കുന്നു. ആന്ധ്രയുടെ ക്രമസമാധാനം ദയാ ഗ്യാങ് വീണ്ടെടുത്തിരിക്കുന്നു. ഇബ്രാഹിമിന്റെ മരണത്തോടെ ജനങ്ങൾ ദയ എന്നൊരു ഗ്യാങ് എക്സിസ്റ്റിംഗ് ആണെന്ന് മനസ്സിലാക്കുന്നു. ജനങ്ങൾക്ക് ദയാ ഗ്യാങ് ഒരു ഹീറോ ആയിട്ട് മാറി. നാട്ടിൽ നിന്ന് ദയാ ഗ്യാങ്ങിന്റെ ന്യൂസ് ഇങ്ങനെ പരന്നുകൊണ്ടേയിരുന്നു. ഈ സമയം യതി ഗ്യാങ്ങിനെ പറ്റി ഒരു അറിവും ഇല്ലാതായിരുന്നു. യതി ഗ്യാങ് അപ്പോൾ എക്സിസ്റ്റിംഗ് ആണെന്നുള്ളത് ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. ജോലിയോട് നീതി പുലർത്തുന്ന ശിവയും ടീമും ഇതിനു പിന്നിലുണ്ടായിരുന്ന യതി ഗ്യാങ്ങിനെ കണ്ടെത്താനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ഇതേ സമയം രത്നഗിരിയിൽ നിന്ന് പട്ടണത്തിൽ പഠിക്കാൻ പോയ വര നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഇവിടെ NTRന് നോർമൽ ആയിട്ടുള്ള ഒരു ഇൻട്രോ ആണ് കൊടുക്കുന്നത്. നാട്ടിലെ ഉത്സവത്തിന്റെ തലേന്നാണ് തിരിച്ചുവരവ്. ഒരു കാലത്ത് ആ നാട്ടിലെ രാജാവിനെ പോലെ ആയിരുന്ന ദേവരുടെ മകനാണ് വര. 5 വർഷമായിട്ട് പട്ടണത്തിൽ പഠിക്കാൻ പോയതായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നാട്ടിലെ ആളുകളുടെ കുശലാന്വേഷണത്തിലൂടെ ഓഡിയൻസിന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നു. ഇപ്പോൾ രത്നഗിരിയിലെ മെയിൻ
മെയിൻ ആളാണ് ബൈര. ബൈര അഭ്യാസങ്ങൾ പഠിപ്പിക്കുന്ന ശിഷ്യന്മാരുടെ ഒപ്പം ഒരു മല്ല യുദ്ധം കൂടുന്നതാണ് ബൈരയുടെ ഇൻട്രോ. 50 വയസ്സിനടുത്ത് പ്രായമുണ്ട് ബൈരയ്ക്ക്. ആ സീനിൽ ബൈര എതിരാളിയായ ശിഷ്യനെ 2 കൈകളിൽ പൊക്കി നിർത്തി താഴെ അടിക്കുന്നതാണ് അവന്റെ ഇൻട്രോ. അതിനുശേഷം ബൈര അവന്റെ മകനോട് നാളത്തെ കാളയോട്ടത്തിൽ വിജയം നിനക്ക് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ നാളെ മുതൽ എന്റെ ശിഷ്യന്മാർക്ക് ഇടിച്ചു പഠിക്കാൻ മണൽച്ചാക്കിന് പകരം എന്റെ മകനെ തന്നെയായിരിക്കും ഞാൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ബൈര അവിടെ നിന്ന് പോകുന്നു. ഇതേസമയം വര നാട്ടിൽ തിരിച്ചു വന്നത് അറിഞ്ഞിട്ട് വരയുടെ അച്ഛൻ ദേവരയുടെ സുഹൃത്തുക്കളായ സിംഗപ്പയും രായപ്പനും അവനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നു. ഉത്സവം മുഴുവൻ ഇപ്പൊ ബൈരയുടെ കൺട്രോളിലാണ്. ആയുധ പൂജയ്ക്ക് പോലും ഇപ്പോൾ ആരും മത്സരിക്കുന്നില്ല. അതിനാൽ തന്നെ ആയുധങ്ങളെല്ലാം ബൈരയുടെ കൈവശമാണെന്നും അവർ വരയോട് പറയുന്നു. അവർ വരയോട് ഇക്കൊല്ലം ഫൈറ്റിന് ഇറങ്ങിയിട്ട് ആയുധങ്ങൾ ബൈരയുടെ അടുത്തുനിന്ന് തിരിച്ചു വാങ്ങാനായിട്ടും പറയുന്നു. പക്ഷെ വര ഇതിന് സമ്മതിക്കുന്നില്ല. വരയുടെ കാമുകിയാണ് ജാൻവി. സോ വര അവളുമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ അവളും അവനോട് ആയുധപൂജ ഫൈറ്റിന് ഇറങ്ങാനായിട്ട് പറയുന്നു. പക്ഷെ വര അപ്പോഴും അതിന് സമ്മതിക്കുന്നില്ല. ഇതേസമയം ശിവയും ഗ്യാങ്ങും നേവി ഓഫീസേഴ്സ് വിളിച്ചിട്ട് കർണാടകയിലേക്ക് പോവുകയാണ്. അവിടെ മെയിൻ ഓഫീസറായിട്ടുള്ള നരേനാണ് ഉള്ളത്. അവിടെ കടൽ മാർഗം വന്ന ഒരു കണ്ടെയ്നർ അവർ പിടിച്ചിട്ടുണ്ട്. ആ കണ്ടെയ്നറിൽ മുഴുവൻ ആയുധങ്ങളാണ്. ആ കണ്ടെയ്നറിനോടൊപ്പം നരേനും തന്റെ നേവി ടീമും 6 പേരെ കൂടെ പിടിച്ചിട്ടുണ്ട്. അവരെ ശിവയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നരേൻ ശിവയെ വിളിച്ചത്. നരേൻ എത്ര കഠിനമായി ചോദിച്ചിട്ടും ചരക്ക് ആരുടെയാണെന്നോ ചരക്ക് എവിടേക്കാണെന്നോ ആ 6 പേരിൽ ഒരാൾ പോലും പറയുന്നില്ല. ഇതിൽ ദേഷ്യം വന്ന ശിവ 6 പേരിൽ 2 പേരെ തലയ്ക്ക് വെടിവെച്ച് കൊല്ലുന്നു. എന്നിട്ട് മറ്റൊരാളുടെ നേരെ ആ തോക്ക് ചൂണ്ടി. നരേനാണെങ്കിൽ ഇതെല്ലാം കണ്ട് വിറച്ചിക്കാണ്. ശിവയുടെ ആക്രമണം കണ്ട് പേടിച്ച് ഒരാൾ സത്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ മറ്റൊരാൾ അയാളെ തടുക്കുന്നു. അവനെയും ശിവ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് തീർക്കുന്നു. അത് കണ്ട് പേടിച്ച ബാക്കി 3 പേരും ശിവയുടെ വഴിക്കെത്തി. നരേൻ ഇതിൽ നിന്നെല്ലാം ശിവയെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും ആ 3 പേരുടെ മരണത്തിന് എൻഐഎ ഉത്തരം പറഞ്ഞോളാം, നേവിക്ക് ഒരു കുഴപ്പവും വരില്ലെന്ന് പറയുന്നു. അങ്ങനെ ആ 3 പേരും കണ്ടെയ്നറിന് പിന്നിൽ ആരാണെന്ന് പറയുന്നു. ഈ ലോഡ് ആന്ധ്രയിലുള്ള മുന്നേ എന്ന ആൾക്കുള്ളതായിരുന്നു. പക്ഷേ ഇബ്രാഹിം കൊല്ലപ്പെട്ടപ്പോൾ തൽക്കാലം ഈ കണ്ടെയ്നർ ആന്ധ്രയിലേക്ക് ഇറക്കേണ്ട, മറിച്ച് ഗുജറാത്തിലേക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. അങ്ങനെ ലോഡ് ഗുജറാത്തിലേക്ക് മാറ്റുമ്പോഴാണ് നേവി പിടിച്ചതെന്ന് അവർ പറയുന്നു. ഈ സ്റ്റോക്ക് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതറിയില്ല, ഇത് ഞങ്ങളുടെ ഷിപ്പിലേക്ക് നടുക്കടലിൽ വെച്ച് കയറ്റിയത് രത്നഗിരി എന്ന ദ്വീപിലെ ആളുകളാണെന്ന് അവർ പറയുന്നു. അത് കേട്ട് നരേൻ പെട്ടെന്ന് ഞെട്ടുന്നു. രത്നഗിരിയോ, അവർ വീണ്ടും ഇത് തുടങ്ങിയോ എന്ന് ചോദിച്ചിട്ട് അത്ഭുതപ്പെടുന്നു. എന്തിനാണ് നിങ്ങൾ രത്നഗിരിയെ പേടിക്കുന്നതെന്നും അവനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ശിവ നരേനോട് ചോദിക്കുന്നു. അപ്പോൾ നരേൻ, പണ്ടൊരു ഓപ്പറേഷനിൽ ഈ രത്നഗിരിക്കാരെ ഞങ്ങൾ പിടിച്ചിരുന്നു. പക്ഷെ എന്റെ ടീമിലുണ്ടായിരുന്ന 6 പേരെയും കൊന്ന് അവർ ചരക്കുമായിട്ട് രക്ഷപ്പെട്ടു. ആ ഗ്യാങ്ങിന് മുഴുവൻ നയിച്ചിരുന്നത് ബൈര എന്നൊരാളായിരുന്നു. ഇവിടെ നമ്മൾ ഫ്ലാഷ് ബാക്ക് വെക്കുന്നു. ഈ സീനിൽ അവർ കിട്ടുമായിട്ട് ഒരു ചരക്ക് കപ്പലിൽ നിന്ന് ചരക്ക് എടുത്തതാണ് കാണിക്കുന്നത്. ഇവിടെ ദേവരില്ല, ബൈരയാണ് ലീഡ് ചെയ്യുന്നത്. ഇവിടെ ബൈരയ്ക്കും ഗ്യാങ്ങിനും ഒരു കിഡു ഇൻട്രോ കൊടുക്കുന്നു. ബൈര ടീമും ആ കണ്ടെയ്നർ അടിച്ചുകൊണ്ട് പോകുമ്പോൾ നരേൻ അവരെ പിടിക്കുന്നു. പക്ഷെ നരേനെയും അവന്റെ നേവി ടീമിനെയും ആക്രമിച്ചുകൊണ്ട് ബൈരയും ഗ്യാങ്ങും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ബൈരയുടെ ടീമിലെ 8 പേരെയും നേവി ഓഫീസേഴ്സ് അവിടെ വെച്ച് കൊല്ലുന്നുണ്ട്. ഭയങ്കര ക്രൂവലായിട്ടാണ് ബൈരയും ഗ്യാങ്ങും നേവി ഓഫീസേഴ്സിനായിട്ടുള്ള ഫൈറ്റ് ചെയ്യുന്നത്. അത്ര ഡെവിലിഷ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് ബൈരയുടെ ഗ്രൂപ്പ്. പക്ഷെ അവർക്ക് ആ കപ്പലിൽ നിന്ന് ചരക്ക് കൊണ്ടുപോകാനായിട്ടായില്ല. ആ ഫൈറ്റിൽ നിന്നെല്ലാം നരേനും വളരെ കുറച്ച് ഓഫീസേഴ്സ് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇവിടെ നമ്മുടെ ഫ്ലാഷ് ബാക്ക് തീർന്നു. നരേൻ ശിവയോട് ഈ സംഭവത്തിന് ശേഷം 3 കൊല്ലം എടുത്തു എനിക്ക് പരിക്കുകളിൽ നിന്ന് റിക്കവർ ആയിട്ട് വീണ്ടും ഡ്യൂട്ടി കയറാനായിട്ട്. ഡ്യൂട്ടിയിൽ കയറിയതിനു ശേഷം അവർക്ക് വേണ്ടി ഞാൻ കുറെ അന്വേഷിച്ച് നടന്നു. പക്ഷെ അവരെ പിടിക്കാനായില്ല. അവരെ ചെറുത്തുകൊണ്ട് ആ ദ്വീപിലേക്ക് പോലും നമുക്ക് ചെല്ലാനാകില്ല. പക്ഷെ പിന്നീട് അവർ ചരക്കുകൾ കടത്തുന്നതായിട്ടൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. 12 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് രത്നഗിരിയുടെ പേര് പോലും ഞാൻ കേൾക്കുന്നത്. അവിടെ ഏത് കാലം വന്ന് കയറിയെന്ന് അറിയില്ല. ഈ സമയം ഉത്സവം പ്രമാണിച്ച് രത്നഗിരിയിൽ നടത്തുന്ന കാളയോട്ട മത്സരം കാണിക്കുന്നു. ആ കാളയോട്ടത്തിൽ വര തന്റെ ബോഡിയൊക്കെ കാണിച്ചിട്ട് കാളയോട്ട് മത്സരിക്കാൻ നിൽക്കുന്നതും കാണിക്കുന്നു. ഇനി കാണിക്കുന്നത് മുഴുവൻ പാരലൽ സീൻസ് ആണ്. നരേൻ ശിവയോട് ഇവർക്ക് ഈ ചരക്ക് വരുന്ന റൂട്ടും ഇവർക്ക് പൈസയും കൊടുത്തിരുന്നത് അവിടുത്തെ DSP തുളസിയും MLA മുരുകനും കൂടിയായിരുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായതാണ്. പക്ഷെ അവരെ രത്നഗിരിയായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കാനുള്ള തെളിവൊന്നും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. ഈ MLA മുരുകൻ അത്യാവശ്യം ഹോൾഡുള്ള ആളായതിനാൽ അയാളെ നമുക്ക് ഒന്നും ചെയ്യാനാകില്ലായിരുന്നു. അന്ന് ഞങ്ങളുടെ ഷിപ്പിൽ അവർ കടത്താൻ വന്ന കണ്ടെയ്നറിൽ മുഴുവൻ ആനക്കൊമ്പും OPM ലഹരിയായിരുന്നു. അന്നാണെങ്കിൽ അവർക്ക് അത് കപ്പലിൽ നിന്ന് കൊണ്ടുപോകാനും പറ്റിയില്ല. DSP തുളസിയോടോ MLA മുരുകനോടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയാം. ഇതേ സമയം വര കാളയായിട്ട് റേസിൽ ഏർപ്പെടുന്നത് കാണിക്കുന്നു. ജാൻവിയും നാട്ടുകാരെല്ലാവരും വരയ്ക്കായിട്ട് ആർപ്പ് വിളിക്കുന്നുണ്ട്. ആദ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ബൈരയുടെ മകനും അവന്റെ കാളയുമാണ്. മൂന്നാമതായിട്ടാണ് വര കാളയായിട്ട് പോകുന്നത്. ആനക്കൊമ്പും കറുപ്പും കടത്തിയിരുന്നവർ 12 വർഷങ്ങൾക്ക് ശേഷം ആയുധങ്ങൾ കടത്താൻ കൂട്ടി നിൽക്കുന്നു. സംതിങ് ഫിഷി അബൌട്ട് ദം. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഈ കണ്ടെയ്നർ യതി ഗ്യാങ്ങിനുള്ളതായിരിക്കും. പക്ഷെ ഇബ്രാഹിം മരിച്ചോടെ അവർ തൽക്കാലത്തേക്ക് എല്ലാം നിർത്തിവെച്ചു. അങ്ങനെയെങ്കിൽ ഈ രത്നഗിരിക്കും മുന്നേക്കും എല്ലാം തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവും. ആ കണക്ഷൻ ചെന്നെത്തുന്നത് യതി ഗ്യാങ്ങിലേക്കും ആണെന്ന് ശിവ നരേനോട് ടീമിനോടും പറയുന്നു. സാറ് സൂക്ഷിക്കണം, ഭ്രാന്തന്മാരാണ്. അവര് കിട്ടിയ ആ ബൈരയെ എനിക്ക് തരണം. അത് ഒരുപാടുണ്ട് തീർക്കാൻ എന്ന് ശിവയോട് നരേൻ തിരിച്ചു ദേഷ്യത്തിൽ പറയുന്നു. യതി ഗ്യാങ്ങിന് രത്നഗിരിക്കും തമ്മിൽ എന്തെങ്കിലും ലിങ്ക് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞ ആ നാട്ടിലെ ഒരൊറ്റ ആണുങ്ങൾ പോലും ബാക്കി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ശിവ അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം രത്നഗിരിയിൽ മൂന്നാമതായിട്ട് ഓടിക്കൊണ്ടിരുന്ന വരയും കാളയും ബൈരയുടെ മകനെ തോപ്പിച്ച് ഒന്നാമതായിട്ട് കാളയോട്ടത്തിൽ ജയിക്കുന്നു. അതിന്റെ ആഹ്ലാദത്തിൽ നിൽക്കുമ്പോൾ രായപ്പം വന്ന് നാളെ രാത്രി ആയുധ പൂജയ്ക്ക് നീ ഇറങ്ങണമെന്നും ആയുധം ബൈരയുടെ കൈകളിൽ നിന്ന് തിരിച്ചു പിടിക്കണമെന്നും വരയോട് പറയുന്നു. പക്ഷെ വര അതിന് സമ്മതിക്കാതെ അവിടെ നിന്ന് പോകുന്നു. വര രാത്രിയിൽ വീട്ടിലിരിക്കുമ്പോൾ വരയുടെ മുത്തശ്ശി വന്ന് ആയുധ പൂജയുടെ മഹത്വവും കാര്യങ്ങളും വരയോട് പറയുന്നു. നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നതിൽ ഒരു കാലത്തും മറ്റൊരാൾക്കും ആ മത്സരം ജയിക്കാനാകില്ലായിരുന്നു. നിന്റെ അച്ഛൻ ദേവരെയാണ് മത്സരത്തിന് ഇറങ്ങുന്നത് എന്ന് പറയുമ്പോൾ എതിരെ മത്സരിക്കാൻ പോലും ചിലർ ഭയപ്പെട്ടിരുന്നു. ഇന്ന് നീ ആ കാളയോട്ടത്തിൽ ജയിച്ചപ്പോൾ എനിക്ക് നിന്റെ അച്ഛനെയാണ് ഓർമ്മ വന്നത്. അതുകൊണ്ട് ഈ നാട്ടിൽ ഐശ്വര്യം വരാനായിട്ട് നീ ഇതിൽ മത്സരിക്കണം എന്ന് പറഞ്ഞിട്ട് വരയുടെ കൈ പിടിച്ച് മുത്തശ്ശി കരയുന്നു. ഞാൻ മത്സരിക്കണം അമ്മേ, പക്ഷെ മത്സരിക്കുന്നത് എന്റെ അപ്പനോ ഈ നാട്ടുകാർക്കോ എനിക്കോ വേണ്ടിയല്ല, മുത്തശ്ശിക്ക് വേണ്ടി. അങ്ങനെ വര തിരിച്ച് മുത്തശ്ശിയോട് പറയുന്നു. ഈ സമയം ഒരു നൈറ്റ് പാർട്ടി ക്ലബ്ബിൽ വെച്ച് ഒരു ഐറ്റം സോങ്ങിന്റെ ഇടയിൽ കിഡു ഫൈറ്റിൽ ശിവയും ഗ്യാങ്ങും കൂടെ മുന്നേ പിടിക്കുന്നു. കണ്ടെയ്നർ മുന്നേ
മുന്നയുടെ ആണെന്ന് മുന്നേ സമ്മതിക്കുന്നു. പക്ഷെ അപ്പോൾ ശിവയ്ക്ക് ഒരു കോള് വരുന്നു. കോള് നരേന്റെയാണ്. നരേന്റെ വീട്ടിൽ മുന്നയുടെ ആളുകൾ കയറി കണ്ടെയ്നർ വിട്ടുകൊടുക്കാൻ പറയുന്നു. 100 കോടിയുടെ ആയുധങ്ങളാണ് അതിനുള്ളത്. അത് 30 മിനിറ്റിനുള്ളിൽ ഷിപ്പ്യാർഡിൽ നിന്നും കടന്നില്ലെങ്കിൽ നരേനെയും നരേന്റെ കുടുംബത്തെയും കൊല്ലുമെന്ന് അവർ ശിവനോട് പറയുന്നു. ആക്ച്വലി ശിവ വരുന്നത് മുന്നേക്ക് അറിയില്ലായിരുന്നു. കണ്ടെയ്നർ വിട്ട് കിട്ടാനായിട്ട് നരേനെ ഭീഷണിപ്പെടുത്താൻ മുന്നയുടെ ആളുകൾ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. ഈ സമയത്താണ് ശിവ മുന്നയെ തപ്പിയിട്ട് അവനുള്ളിടത്തേക്ക് എത്തിയത്. ഈ സമയം തന്നെ മുന്നേ യതി ഗ്യാങ്ങിന്റെ ആളാണെന്ന് ശിവയോട് റിവീൽ ചെയ്യുന്നു. എന്തായാലും കണ്ടെയ്നർ പോർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കൊല്ലും. അപ്പൊ പിന്നെ ഞാൻ യതി ഗ്യാങ്ങിന്റെ ആളാണെന്ന് നീ അറിഞ്ഞാലും എനിക്കൊന്നുമില്ലാന്ന് മുന്നേ ശിവയോട് പറയുന്നു. പക്ഷെ പെട്ടെന്ന് ഒരേ സമയം ആ ക്ലബിലും നരേന്റെ വീട്ടിലും വെടിവെപ്പ് ഉണ്ടാവുന്നു. നരേന്റെ വീട്ടിൽ കയറിയ മുന്ന ഗ്യാങ്ങിനെ മുഴുവൻ അനോണിമസ് ആയിട്ട് വന്ന ആ ഹിറ്റ് ഗ്രൂപ്പ് വെടിവെച്ച് കൊല്ലുന്നു. അതുപോലെ ക്ലബിലുണ്ടായിരുന്ന മുന്നയുടെ ആളുകളെ മുഴുവൻ അവിടേക്ക് വന്ന ഹിറ്റ് ഗ്രൂപ്പ് വെടിവെച്ച് കൊല്ലുന്നു. ഫുള്ള് വെടിയും പോകുകയും കണ്ണ് മാത്രം പുറത്ത് കാണിച്ചിട്ടുള്ള കറുത്ത മാസ്ക് ഇട്ടിട്ടാണ് ആ ഹിറ്റ് ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. ആ വെടിവെപ്പിൽ പരിക്കേറ്റ് വീണ ശിവ കണ്ണ് തുറക്കുമ്പോൾ അവിടെ മുന്നേ ഇല്ല. അവൻ ഓടി പുറത്തേക്ക് പോകുമ്പോൾ ഒരു കറുത്ത മാസ്ക് ഇട്ട ആൾ ശിവയെ നോക്കിയിട്ട് ഒരു ജീപ്പിലേക്ക് കയറി പോകുന്നു. അവന്റെ കണ്ണ് മാത്രമാണ് ശിവയ്ക്ക് കാണാനായത്. ശിവ പെട്ടെന്ന് വീണ്ടും മുന്നേ തപ്പി അകത്തേക്ക് പോകുന്നു. അവിടെ മുന്നേ ഇല്ല. മുന്നേ ഇരുന്ന ചെയറിൽ ഒരു കുറിപ്പ് മാത്രമാണുള്ളത്. ആ കുറിപ്പ് ശിവ എടുത്ത് വായിക്കുന്നു. ആ കുറിപ്പിൽ ദയ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരെ മുന്നേനെ കാണിക്കുന്നു. അയാൾ ഒരു ചെയറിൽ ഇരിക്കുകയാണ്. അയാൾക്ക് ചുറ്റും തോക്കുകളും ഗ്രനേഡുകളും എല്ലാം ഉള്ള പെട്ടികളുണ്ട്. അവൻ കസേരയിൽ നിന്ന് എണീറ്റ് പേടിച്ച് ചുറ്റും പരത്തുന്നു. അതൊരു കണ്ടെയ്നർ ആണെന്ന് അവന് മനസ്സിലാവുന്നു. ഈ കണ്ടെയ്നർ ആണ് നരയും പിടിച്ച കണ്ടെയ്നർ. പെട്ടെന്ന് ആ കണ്ടെയ്നറിന്റെ ഉള്ളിൽ നിന്ന് ബീപ് ബീപ് ശബ്ദം കേൾക്കുന്നു. അവനിരുന്ന കസേരയുടെ അടിയിൽ ഒരു ബോംബ് ഘടിപ്പിച്ചിട്ടുണ്ട്. അത് 10 സെക്കൻഡിൽ നിന്ന് 0യിലേക്ക് കൗണ്ട് ഡൗൺ ആയി അത് പൊട്ടിത്തെറിക്കുന്നു. ഒരു കടലിന്റെ നടുക്ക് ഒരു ബോട്ടിലാണ് ആ കണ്ടെയ്നർ. ആ കണ്ടെയ്നറും ബോട്ടും കടലിന്റെ നടുക്ക് വെച്ച് ഒരുമിച്ച് പൊട്ടിത്തെറിക്കുന്നത് കാണിക്കുന്നു. അവിടെ ആ സീൻ കട്ടാവുന്നു. പിറ്റേന്ന് വര ജാൻവിയെ കാണുന്ന സീനാണ്. കുറച്ച് കോമഡി റൊമാൻസ് സീനാണ് വര അവളോട്. ഞാൻ പിന്നീട് ആലോചിച്ചു, എന്റെ പെണ്ണൊരു കാര്യം പറഞ്ഞിട്ട് ചെയ്തില്ലെന്ന് വേണ്ട. നീ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ആയുധപൂജയ്ക്ക് ഇന്ന് രാത്രി ഇറങ്ങാം. എല്ലാം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ ചുട്ടമല്ലി സോങ്ങിലേക്ക് പോകുന്നു. ആക്ച്വലി വര മുത്തശ്ശി പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. പക്ഷെ ജാൻവിയോട് അവളെ മയക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു നുണ പറഞ്ഞതേ ഉള്ളൂ. ആയുധ പൂജയ്ക്ക് വര ഇറങ്ങുന്നത് രത്നഗിരി മുഴുവൻ പാട്ടായി. അത് ബൈരയുടെ ചെവിയിലെത്തി. ബൈരവേ ആ സമയം ബൈരയുടെ ശിഷ്യന്മാര് മണൽ ചാക്കിലിട്ട് ഇടിക്കുന്ന പോലെ ബൈരയുടെ മകനെ ചാക്കിലിട്ട് ഇടിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇടുകയാണ്. അവൻ ആകെ ചോരയിൽ കുളിച്ച് ഇഴഞ്ഞിഴഞ്ഞ് ബൈരയുടെ അടുത്തേക്ക് പോയി ബൈരയുടെ കാലിൽ പിടിച്ച് ക്ഷമിക്കാൻ പറയുന്നു. ബൈര അപ്പോൾ എഴുന്നേറ്റ് ശിഷ്യന്മാരോട്, ഇന്ന് രാത്രി പോർക്കളത്തിൽ എന്റെ മകനെ പോലെ അവനും ചോര ഛർദ്ദിക്കണം. ഇനി അവൻ ഒരിക്കലും ആയുധ പൂജയ്ക്ക് ഇറങ്ങരുത്. അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ശിവയും ടീമും DSP തുളസിയുടെ അടുത്തേക്ക് എത്തുന്നു. യതി ഗ്യാങ്ങും ഞാനും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഞാനും മുരുകനും കൂടെയാണ് ലോഡ് കടത്തുന്നതെങ്കിലും ലോഡ് എവിടെ നിന്നാണ് വരുന്നതെന്നും ആർക്കാണ് വിൽക്കുന്നതെന്നും മുരുകന് മാത്രം അറിയുമെന്ന് തുളസി ശിവയോട് പറയുന്നു. ശിവ തുളസിയോട് മുരുകൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇന്നലെ മുതൽ മിസ്സിംഗ് ആണെന്നും മസനഗുഡിയിലെ ഡാൻസ് ക്ലബ്ബിൽ സെല്ലറിനെ മീറ്റ് ചെയ്യാൻ പോയതാണെന്നും ശിവയോട് പറയുന്നു. ആ ക്ലബ്ബിലായിരുന്നു ശിവ ഇന്നലെ മുന്നേ പിടിക്കാൻ പോയതും മുന്നേ ഹിറ്റ് ഗ്രൂപ്പ് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയതും. പക്ഷെ മുരുകൻ അവിടെ ഉണ്ടായിരുന്നത് ശിവയ്ക്ക് അറിയില്ലായിരുന്നു. അത് മനസ്സിലാക്കിയ ശിവ ആകെ ഞെട്ടുന്നു. സാധാരണ ക്ലബ്ബിൽ പോയ വെളുപ്പിനെ അവൻ എന്റെ അടുത്ത് ഡീല് പറയാൻ വരുന്നതായിരുന്നു. പക്ഷെ ഇതുവരെ അവൻ എത്തിയിട്ടില്ല. അവൻ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് ഉറപ്പാണെന്ന് തുളസി ശിവയോട് പറയുമ്പോൾ നടുക്കടലിൽ മുന്നേ ഉണ്ടായിരുന്ന ബോട്ടും കണ്ടെയ്നറും കാണിക്കുന്നു. ആ കണ്ടെയ്നറിന്റെ മുകളിൽ മുരുകനെ കിടത്തി കെട്ടിയിട്ടിരിക്കുന്നു. പിന്നീട് അത് പൊട്ടിത്തെറിക്കുന്നതും കാണിക്കുന്നു. അതായത് മുന്നേ കൊന്നപ്പോൾ തന്നെ മുരുകനെയും ആരോ കൊന്നിട്ടുണ്ട്. എന്നെ നിങ്ങൾക്ക് ഈ കേസായിട്ട് ബന്ധിപ്പിക്കാനുള്ള തെളിവുകളൊന്നും കിട്ടില്ല. കാരണം നിങ്ങളിപ്പോൾ ഈ പറയുന്ന ലോഡ് ഞങ്ങളുടെ അല്ല. കഴിഞ്ഞ 12 വർഷമായിട്ട് രത്നഗിരിയിൽ എന്റെ അറിവിൽ ആരും ഈ പണിക്ക് പോയിട്ടില്ല. അവർക്ക് ആകെ ഈ പണി കൊടുത്തിരുന്നത് ഞാനും മുരുകനും മാത്രമാണെന്ന് തുളസി ശിവയോട് പറയുന്നു. ശിവ അപ്പോ കഴിഞ്ഞ 12 കൊല്ലമായിട്ട് ലോഡ് കടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് തുളസിയോട് ചോദിക്കുന്നു. അതിന് കാരണം അറിയണമെങ്കിൽ നിങ്ങൾ ഒരാളെ കൂടെ അറിയണം, ദേവരയെ. ഇന്ന് രത്നഗിരിയിൽ ഉത്സവമാണ്. വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലൊരു ഉത്സവ ദിവസമാണ് ഞാനും മുരുകനും ദേവരയെ ആദ്യമായിട്ട് കണ്ട് ചരക്കുകൾ ഞങ്ങൾക്ക് വേണ്ടി കടത്തുന്ന ഡീല് സംസാരിക്കാനായിട്ട് പോകുന്നത്. അന്ന് ആദ്യമായിട്ട് അവൻ അവിടെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു നമ്മുടെ പണിക്ക് പറ്റിയവൻ ദേവര തന്നെയാണെന്ന്. ഇനി ഫ്ലാഷ് ബാക്ക് ആണ്. ഒരു വടംവലി മത്സരമാണ്. ഒരു സൈഡിൽ 6 ആളുകൾ ഒരുമിച്ച് വടം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പുറത്തെ സൈഡിൽ 2 പേര് മാത്രമാണ് വടം വലിക്കുന്നത്. ആഞ്ഞു വലിക്ക് ബൈര എന്ന് പറയുമ്പോൾ ഈ സൈഡിൽ വടം വലിക്കുന്ന 2 പേരിൽ ഒരാളായ യൂത്തനായ ബൈരയുടെ ബൈസപ്സ് ഒക്കെ കാണിച്ചിട്ടുള്ള ഇൻട്രോ കൊടുക്കുന്നു. ബൈരയുടെ ഒപ്പം നിൽക്കുന്ന ആളെ നമ്മൾ കാണിക്കുമ്പോൾ അയാളുടെ നെറ്റിയിലെ വേർപ്പിറ്റ് വീഴുന്നതും കാലിന്റെ കാഫ് മസിൽ ടൈറ്റ് ആയിട്ടിരിക്കുന്നതും വടം വലിച്ച് ടൈറ്റ് ആക്കിയിരിക്കുന്ന അയാളുടെ ബൈസപ്സ് ഒക്കെ ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഈ സമയം മുരുകനും തുളസിയും വടംവലി കാണുന്ന ക്രൗഡിനിടയിലേക്ക് വരുന്നു. അവര് നേരത്തെ കാണിച്ചാലും ചെറുപ്പമാണ്. ബൈരയുടെ കാല് സ്ലിപ്പായിട്ട് ബൈര താഴെ വീഴുന്നു. വടം അവന്റെ കയ്യിൽ നിന്ന് പോകുന്നു. വട ലൂസായിട്ട് റിബൺ വരയ്ക്കപ്പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നതിന് മുന്നേ ആ വടം പെട്ടെന്ന് ടൈറ്റ് ആകുന്നു. താഴെ കിടക്കുന്ന ബൈര വിട്ടുകൊടുക്കല്ലേ ദേവര എന്ന് പറയുമ്പോൾ അയാൾ ഒറ്റയ്ക്ക് ആ വടം വലിച്ച് ഷോൾഡറിലേക്ക് കയറ്റും. എന്നിട്ട് ആ വടം വലിക്കാൻ തുടങ്ങുന്നു. ഇപ്പോഴാണ് ദേവരയുടെ ഇൻട്രോ നമ്മൾ കൊടുക്കുന്നത്. ചുരുളം മുടിയും ചുവന്ന കണ്ണൊക്കെ ആയിട്ട് വടം വലിക്കുന്ന ദേവരയുടെ ഇൻട്രോ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ദേവര ആ വടം ഒറ്റയ്ക്ക് വലിക്കുന്നുണ്ട്. അന്തം വിട്ട് നിൽക്കുകയാണ് മുരുകനും തുളസിയും. അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ ദേവരയ്ക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്നുണ്ട്. അങ്ങനെ ദേവര ഒറ്റയ്ക്ക് ആ വടം വലിച്ച് അവന്റെ ടീമിനെ വിജയിപ്പിച്ചു. ഈ സമയത്ത് അതിന്റെ ആഹ്ലാദത്തിൽ ദേവരയിലെ ആയുധ പൂജ എന്ന സോങ് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഈ പാട്ടിനിടയിൽ മുരുകനും തുളസിയും ദേവരയും ബൈരയും ഒക്കെ ആയിട്ട് ഡീൽ ഉറപ്പിക്കുന്നതും അതിന്റെ സന്തോഷത്തിൽ മുരുകനും തുളസിയും എല്ലാം വെള്ളം അടിക്കുന്നതും അവരോടൊപ്പം ആ പാട്ടിന് ഡാൻസ് കളിക്കുന്നതും കാണിക്കുന്നു. ഇവിടെ ഫ്ലാഷ് ബാക്ക് കഴിയുന്നു. അങ്ങനെ തുളസി ശിവയോട് ഞങ്ങൾക്ക് വേണ്ടി ലോഡുകൾ കടത്തിക്കൊണ്ടിരുന്ന ദേവര പെട്ടെന്നൊരു ദിവസം ഇനി ഞങ്ങൾ ലോഡ് കടത്തില്ലെന്നും ഇനി ആ ആവശ്യവുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളെയും കൊന്നുകളയുമെന്നും ദേവര പറഞ്ഞു. ഞങ്ങളെ രത്നഗിരിയിൽ വരുന്നത് അവൻ വിലക്കി. ദേവരയുടെ വാക്കുകൾ പേടിച്ച് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷെ പിന്നീട് ദേവരയെ നേവി ഓഫീസേഴ്സ് പിടിച്ചെന്നും അവൻ ഓഫീസേഴ്സ് നടുക്കടലിൽ വെച്ച് എൻകൗണ്ടർ ചെയ്ത് കൊന്നെന്നുമാണ് ഞങ്ങൾ അറിഞ്ഞത്. അതിനുശേഷം ബൈര ഒരു നാൾ ഞങ്ങളെ വിളിച്ചു ലോഡ് കടത്താൻ. പക്ഷെ അവൻ ദേവരെ പോലെ തന്ത്രശാലി അല്ലാതിരുന്നതിനാൽ നേവി ഓഫീസേഴ്സിന്റെ കണ്ണു പിടിച്ച് അവന് ചരക്കെടുക്കാനായില്ല. മാത്രമല്ല ബൈരയുടെ ഗ്യാങ്ങിലെ 8 പേരെ പിടിച്ച് കൊന്നും കളഞ്ഞു.
അതിനുശേഷം ബൈരയോടൊപ്പം രത്നഗിരിയിൽ നിന്ന് ചരക്ക് എടുത്താനായിട്ട് ആരും പോയിട്ടില്ല. സോ അങ്ങനെ ഞങ്ങൾ രത്നഗിരി ആയിട്ടുള്ള ഡീല് ഫുള്ളി നിർത്തി. പക്ഷെ ബൈര അതുകൊണ്ട് നിർത്തിയില്ല. അവൻ കുറച്ച് കുട്ടികളെ ചേർത്ത് 12 വർഷമായിട്ട് അഭ്യാസങ്ങൾ പഠിപ്പിച്ച് പ്രാപ്തരാക്കിയിട്ടുണ്ട്. ബൈരയും അവന്റെ ശിഷ്യന്മാരുമായിട്ട് 12 കൊല്ലം മുന്നേ നിർത്തി വെച്ച ഡീല് വീണ്ടും തുടങ്ങാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് ബയ്യേഴ്സിനെയും സെല്ലേഴ്സിനെയും കാണാൻ പോയതാണ് മുരുകൻ. പക്ഷെ അവൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. നിങ്ങളിപ്പോ പറയുന്ന കണ്ടെയ്നർ ഞങ്ങൾ കിടത്തിയതല്ല. ബൈരയും അവന്റെ ശിഷ്യന്മാർക്കും അല്ലാതെ ആ ലോഡ് കിടത്താനായിട്ട് രത്നഗിരിയിൽ ആർക്കും ധൈര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഫ്ലാഷ് ബാക്കിന് ശേഷം ഇതെല്ലാം തുളസി ശിവയോട് പറയുന്നതാണ്. ഈ ഡയലോഗ്സ് ഒക്കെ പറയുമ്പോൾ ഇടയിൽ ജംകട്ട് സീൻസ് ആയിട്ട് ബൈരയുടെ ഗ്യാങ്ങിനെ നേവി ഓഫീസേഴ്സ് പിടിക്കുന്നതും 8 പേരെ കൊല്ലുന്നതും ബൈര കുട്ടികളെ കൂടെ കൂട്ടിയതും അവരെ അഭ്യാസങ്ങൾ പഠിപ്പിക്കുന്നതും പുതിയ ഡീല് തുടങ്ങാനായിട്ട് മുരുകനും തുളസിയും ബൈരയുടെ അടുത്തേക്ക് ചെല്ലുന്നതൊക്കെ ജംകട്ട് സീൻസ് ആയിട്ട് നമ്മൾ കാണിച്ചു പോകുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണിക്കുന്നത് ഒരു ബോട്ടിൽ കടൽ വഴി ശിവയും ടീമും രത്നഗിരിയിലേക്ക് പോകുന്നതാണ്. അവർ കരയിലെത്തുന്നതും കാണിക്കുന്നു. വൈകുന്നേരമാണ് സമയം. ഇതിനിടയിൽ ജാൻവിയും വരയും കൂടെ ഉത്സവത്തിൽ വന്നിട്ടുള്ള ബലൂൺ ഷൂട്ടിംഗ് ഗെയിംസും മുറിയടിക്കും എല്ലാം മത്സരിച്ച് നടക്കുകയാണ്. എല്ലാ മത്സരത്തിലും വര തന്നെയാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കണ്ടും മത്സരിച്ച് നിൽക്കുന്ന ബൈരയുടെ ശിഷ്യന്മാർക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അവിടെ ഒരു അനൗൺസ്മെന്റ് ആണ്. ഇനി നടക്കാൻ പോകുന്നത് ഉശിരേറിയ വടംവലി മത്സരമാണ്. അത് കേട്ട ജാൻവി രായപ്പന്റെ ടീമിലേക്ക് വരയെ നിർബന്ധിച്ച് വടംവലിക്കാൻ കയറ്റുന്നു. ഒരു ടീമിൽ 6 പേര് വെച്ചിട്ടാണ്. എതിർവശത്തെ ടീമിൽ ബൈരയുടെ 6 ശിഷ്യന്മാരടങ്ങുന്ന ടീമാണ്. അങ്ങനെ അവിടെ വടംവലി തുടങ്ങുന്നു. ഏറ്റവും പുറകിലായിട്ടാണ് വര നിൽക്കുന്നത്. വരയുടെ പുറകിലായിട്ട് ശിവയും ഗ്യാങ്ങും വന്ന് നിൽക്കുന്നു. വരയുടെ പുറകിലായതിനാൽ വരയുടെ മുഖം അവർക്ക് കാണാനാകുന്നില്ല. ശിവയും ഗ്യാങ്ങും ഒക്കെ വടംവലി ആസ്വദിച്ച് നിൽക്കുകയാണ്. ആ സമയം വരയുടെ ടീമിന്റെ ഫ്രണ്ടിൽ നിന്ന് 2 പേര് കാലിടറി വീഴുന്നു. ഈ സമയം തോളിലൂടെ വടമിട്ട് അരയിൽ വടം ടൈറ്റ് ആക്കി വെച്ചിട്ട് വര ശിവയ്ക്ക് അഭിമുഖമായിട്ട് തിരിഞ്ഞു നിന്ന് വരയും മറ്റു 3 പേരും കൂടെ ആ വടം വലിക്കുന്നു. ഈ സമയം വരയുടെ മുഖം കണ്ട ശിവ ഞെട്ടുന്നു. വരയുടെ കണ്ണുകൾ ശ്രദ്ധിച്ച ശിവയുടെ മനസ്സിൽ മിന്നി മാറിപ്പോയത് മുന്നേ പിടിക്കാൻ പോയ ഡാൻസ് ക്ലബ് ആയിരുന്നു. അവിടെ വെച്ച് ശിവ കണ്ട ജീപ്പിലേക്ക് കയറിയ ഹിറ്റ് ഗ്രൂപ്പിലെ ആളുടെ കണ്ണിനും വരയുടെ കണ്ണിനും ഒരേ ഭാവം, ഒരേ സമയം. ഈ സമയം ജംകട്ട് സീൻസ് ആയിട്ട് ശിവ ഡാൻസ് ക്ലബിൽ വെച്ച് ജീപ്പിൽ കയറി പോയ ഹിറ്റ് ഗ്രൂപ്പിലെ ആളെ കാണുന്നത് കാണിക്കുന്നു. ആ മുഖം മൂടിയിട്ട ആളുടെ കണ്ണും ഇപ്പോൾ വരയുടെ കണ്ണും മാറി മാറി കാണിക്കുന്നു. രണ്ടും ഒരേ കണ്ണുകൾ. ഈ സമയം വലിഞ്ഞു മുറിഞ്ഞ മസിലുമായിട്ട് വരയുടെ ടീമും ആ വടംവലിയിൽ ജയിക്കുന്നു. ഈ സീനിലൊക്കെ അനിരുദ്ധിന്റെ പോളപ്പം ബീജിയം ഉണ്ട്. ഇവിടെ നമ്മൾ ഇന്റർവ്യൂ കൊടുക്കുന്നു. ദേവര സിനിമ ഫിക്സ് ചെയ്തു വന്നപ്പോൾ ലെങ്ത് അല്പം കൂടിപ്പോയി. അതുകൊണ്ട് ദേവര സിനിമയുടെ റീക്രിയേഷൻ 2 പാർട്ടായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇന്റർവെല് വരെയുള്ളത് ഫസ്റ്റ് പാർട്ടും അതിനുശേഷമുള്ളത് സെക്കൻഡ് പാർട്ടും. സെക്കൻഡ് പാർട്ട് ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. നാളെ ഈ സമയം ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ്. സോ ഇന്റർവെല് വരെയുള്ള എന്റെ ദേവരയുടെ കഥ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക. ഇതുവരെ നമ്മൾ കണ്ടത് ദേവര സിനിമയുടെ വേൾഡ് ബിൽഡിംഗ് ആണ്. ഇനി അങ്ങോട്ടേക്കാണ് കഥ തുടങ്ങുന്നത്. നെക്സ്റ്റ് പാർട്ടിൽ എന്താവും നടക്കുക എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നവർ നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് കമന്റ് ചെയ്യുക. അപ്പൊ നാളെ സെക്കൻഡ് പാർട്ട് കാണാൻ വരാനായിട്ട് മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.